ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻ്റർമീഡിയറീസ് ഓർ പ്ലെയേഴ്സ് ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസ് ആരൊക്കെയെന്നാണ് പുതിയ സിലബസ് പ്രകാരം നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് 5 ഇൻ്റർമീഡിയറീസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് മാനേജർ ടു ദ ഇഷ്യൂ, സെക്കൻഡ് വൺ വരുന്നത് രജിസ്ട്രാർ ടു ദ ഇഷ്യൂ, തേർഡ് വൺ അണ്ടർ റൈറ്റേഴ്സ്, ദെൻ നാലാമത്തെ brokers to an issue, then next one banker to the issue. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാനേജർ ടു ദ ഇഷ്യൂ. മാനേജർ ടു ദ ഇഷ്യൂ മീൻസ് ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി മാനേജ് ചെയ്യുക. ഇഷ്യൂ ഓഫ് കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇയാളായിരിക്കും ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂവിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നതും ഈ മാനേജർ ആയിരിക്കും. ഈ മാനേജർ എന്ന് പറയുന്നത് ഹു ഈസ് റെസ്പോൺസിബിൾ ടു ദ കമ്പനി ആൻഡ് ആൾസോ ടു ദ സെബി. സെബിയോടും കമ്പനിയോടും ഒരേപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും മാനേജർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു മാനേജർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്ന ആൾ ദ ആക്ട് രണ്ട് രീതിയിലാണ് അയാൾ അവിടെ ആക്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് ലീഡ് മാനേജർ ആയിട്ടും ദ നെക്സ്റ്റ് വൺ വരുന്നത് കോ മാനേജറായിട്ടും. ലീഡ് മാനേജർ എന്ന് പറയുമ്പോൾ ദേ ആർ ഹെൽപ്പിംഗ് ടു ടേക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻ. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അയാളെ നമുക്ക് ലീഡ് മാനേജറായിട്ട് പറയാം. കോ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലെങ്കിലും ദേ അസിസ്റ്റ്, അതായത് ഒരു ലീഡ് മാനേജറെ സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കാനും മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളായിട്ടും ആര് തന്നെ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മാനേജർ ടു ദ ഇഷ്യൂ. അതുകൊണ്ട് നമുക്ക് അയാളുടെ ആ ഒരു ഫംഗ്ഷനെ കോ മാനേജേഴ്സ് എന്ന് പറയാം. ഇവിടെ ഒരു മാനേജേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എഗ്രിമെൻറ്റിലാണ് കമ്പനി ഏർപ്പെടുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ അതിൻ്റെ റൈറ്റ്, ലയബിലിറ്റീസ്, ഒബ്ലിഗേഷൻസ് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ എഗ്രിമെൻറ്റ് അറ്റ്ലീസ്റ്റ് 1 month ബിഫോർ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സെബിയിലേക്ക് എന്ത് ചെയ്യണം, ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മാനേജർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്ന ഫങ്ഷൻസ് ഇന്ത്യയിൽ മെയിനായിട്ട് ചെയ്യുന്നത് മെർച്ചൻ്റ് ബാങ്കാണ്. മെർച്ചൻ്റ് ബാങ്ക് മാത്രമല്ല, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതല്ലെങ്കിൽ പ്രൈവറ്റ് ഫേമുകളൊക്കെ നമുക്ക് മാനേജേഴ്സ് ആസ് എ ഇഷ്യൂ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ മെയിനായിട്ട് ഈ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത് മെർച്ചൻ്റ് ബാങ്കാണ്. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മെർച്ചൻ്റ് ബാങ്കേഴ്സിനെ കുറിച്ച് കൂടെ പഠിക്കാം. മെർച്ചൻ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is a person who is engaged in the business of issue management either by making agreement regarding selling, buying or subscribing to the securities. ഇവിടെ നമ്മൾ നേരത്തെ മാനേജർ ടു ദ ഇഷ്യൂവിൽ എന്താണോ ഒരു മാനേജർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് ആര്, മെർച്ചൻ്റ് ബാങ്കർ. അയാൾ ഒരു മാനേജറായിട്ട് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് അതല്ലെങ്കിൽ അഡ്വൈസറായിട്ട് അതല്ലെങ്കിൽ റെൻഡറിങ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് എന്നുള്ള രീതിയിലൊക്കെ അയാൾ വർക്ക് ചെയ്യുന്നു. ഒരു ഇഷ്യൂ മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റ് ടു ദ ഇഷ്യൂ അയാൾ എന്താണോ ഒരു മാനേജറായിട്ട് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ആരും ചെയ്യുന്നത്, മെർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്നത്. അപ്പോൾ ഇയാളെ നമുക്കൊരു ഇൻ്റർമീഡിയറീസ് ആയിട്ട് പറയാം. അതേപോലെ തന്നെ ദേ ഹെൽപ്പ് ടു ചാനലൈസ് ദി ഫിനാൻഷ്യൽ സർപ്ലസ് ഇൻ ടു ദ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് നമുക്ക് പിന്നെ നെക്സ്റ്റ് ഇയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എ കോർഡിനേറ്റ് ദ ആക്ടിവിറ്റി. കോർഡിനേറ്ററാണ് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറീസ് ആണ് എന്ന് പറയാം. കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ രജിസ്ട്രാർ, ബാങ്കർ, അഡ്വർടൈസിങ് ഏജൻസി, അതേപോലെ തന്നെ പ്രിൻറ്റേഴ്സ്, ഇവർ അണ്ടർ റൈറ്റേഴ്സ്, ഇവരുടെയൊക്കെ ഫംഗ്ഷനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഈ മെർച്ചൻ്റ് ബാങ്കറാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഹെൽപ്പ് ടു എൻഷുർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ഗവേണിംഗ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് സെബി ഇഷ്യൂ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതൊക്കെ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുന്ന ആൾ കൂടി ആയിരിക്കും ആര്, ഈ മെർച്ചൻ്റ് ബാങ്കർ അതല്ലെങ്കിൽ ലീഡ് മാനേജർ എന്ന് പറയുന്ന വ്യക്തി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു മെർച്ചൻ്റ് ബാങ്കറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ്. ഏകദേശം നമുക്ക് ഒരു 8 പോയിൻ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ 5 മാർക്കിനൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് എഴുതുക. എസ് എ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഈ പോയിൻ്റ് പഠിക്കുക കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫങ്ഷൻസ് ഓഫ് മെർച്ചൻ്റ് ബാങ്കർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാനൊരു വേർഡിലൊരു ഡോക്യുമെൻ്റ് കൂടെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്തിട്ട് അഡീഷണൽ പോയിൻ്റ് ഇതിലില്ലാത്തത് അതല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് നോക്കുക കേട്ടോ. ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് സിൻഡിക്കേഷൻ.
Credit syndication refers to obtaining of the loan from single development finance institutions or a syndicate or custodian. Merchant banker help corporate client to raise syndicate loan from commercial bank. ആ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് നമുക്ക് അതിൻ്റെ മീനിങ് കിട്ടും. ടു ഗെറ്റ് ടേം ലോൺ, അതായത് ലോങ് പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് വൺ വരുന്നത് പ്രൊജക്റ്റ് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത്, അഡ്വൈസറി സർവീസസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ മെർച്ചൻ്റ് ബാങ്കാണ്. പ്രിപ്പറേഷൻ ഓഫ് ദ പ്രൊജക്റ്റ് റിപ്പോർട്ട്, ഡിസൈഡിങ് അപ്പോൺ ദ ഫൈനാൻസിങ് പാറ്റേൺ, അപ്രൈസിങ് ദ പ്രൊജക്റ്റ് റിലേറ്റിംഗ് ടു ഇറ്റ്സ് ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഫൈനാൻഷ്യൽ വയബിലിറ്റി. ഇറ്റ് ഇൻക്ലൂഡ് ഫയലിംഗ് അപ്പ് ഓഫ് ദ അപ്ലിക്കേഷൻ ഫോം ഫോർ ഒബ്റ്റൈനിങ് ദ ഫണ്ട് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു അഡ്വൈസറി അല്ലെങ്കിൽ കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? മെർച്ചൻ്റ് ബാങ്കർ. The next one വരുന്നത് portfolio management. It refers to the effective management of security. That is the merchant banker help the investor in matters pertaining to decision. ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിസിഷൻ, എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം, ഈ വക കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ടാക്സേഷൻ ആൻഡ് ഇൻഫ്ലേഷൻസ് ആർ ടേക്കൺ വൈൽ അഡ്വൈസിങ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സെക്യൂരിറ്റി. ദ മെർച്ചൻറ്റ് ബാങ്കർ ആൾസോ അണ്ടർടേക്ക് ദ ഫങ്ഷൻസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി ഓൺ ബിഹാഫ് ഓഫ് ദെയർ ക്ലയൻറ്റ് കമ്പനി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചില സമയത്ത് അവർ അണ്ടർ റൈറ്റർ എന്നുള്ള രീതിയിൽ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരായിട്ടും ആര് വർക്ക് ചെയ്യുന്നുണ്ട്? മെർച്ചൻ്റ് ബാങ്കർ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ്. മെർച്ചൻ്റ് ബാങ്ക് പ്രൊവൈഡ് ദ ഫോളോയിങ് സർവീസസ് ആസ് എ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് മെർച്ചൻ്റ് ബാങ്കർ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് അസസ്മെൻറ്റ്, അതായത് ഓരോ സമയത്തും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരുന്ന എമൗണ്ട് എത്രയാണ് എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് പ്രിപ്പയറിംഗ് ദ ആപ്ലിക്കേഷൻസ് ഫോർ ദ സാങ്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റി. നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റുമൊക്കെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മറ്റ് കാര്യങ്ങളും പ്രിൻറ്റ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ഇൻ നെഗോസിയേഷൻസ് വിത്ത് ദ ബാങ്ക്. ദെൻ അഡ്വൈസിങ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ആർഗ്യൂയിങ് ലോങ് ടേം റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ലോങ് പീരീഡിലേക്ക് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷെയർസിന് പകരം നമ്മൾ ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ പറയാനും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാനും ഈ മെർച്ചൻ്റ് ബാങ്കർ ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ലീസിംഗ് ആൻഡ് ഫൈനാൻസ്. മെനി മെർച്ചൻ്റ് ബാങ്കർ പ്രൊവൈഡ് ലീസിംഗ് ആൻഡ് ഫൈനാൻസ് ഫെസിലിറ്റി. സം ഓഫ് ദം ഈവൺ മെയിൻറ്റെയിൻ ദ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ടു അസിസ്റ്റ് ദ എൻ്റർപ്രണർ. ചില സമയത്ത് സ്മോൾ എൻ്റർപ്രണേഴ്സിനൊക്കെ ഒരു ഫൈനാൻസിയർ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ് ആരുടെ? ഈ മെർച്ചൻ്റ് ബാങ്കർ. ദേ ആൾസോ ഹെൽപ്പ് കമ്പനീസ് ഇൻ റേസിംഗ് ഫൈനാൻസ് ബൈ വേ ഓഫ് പബ്ലിക് ഡെപ്പോസിറ്റ്. അപ്പോൾ മെർച്ചൻ്റ് ബാങ്കർ പബ്ലിക് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്തിട്ട് ആ എമൗണ്ട് കമ്പനിയുടെ പ്രൊഡക്റ്റീവായ കാര്യങ്ങളിലേക്ക് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മെർച്ചൻ്റ് ബാങ്കർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ വരുന്നത് സർവീസിംഗ് ഇഷ്യൂ. Merchant banker help in servicing the shareholders and debenture holders in distributing the dividend, debenture interest, etc. Then other specialized service, merchant bank also provide corporate advisory service on issue like merger and amalgamation, tax matters, റിക്വയർമെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇത്തരത്തിലുള്ള സർവീസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വൈസർ എന്നുള്ള രീതിയിൽ കൂടെ, അതായത് ടാക്സേഷനുമായി ബന്ധപ്പെട്ടിട്ട് അമാൽഗമേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ കമ്പനിക്ക് ഒരു അഡ്വൈസർ എന്നുള്ള രീതിയിലും ഈ മെർച്ചൻ്റ് ബാങ്കർ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് റോൾ ഓഫ് മെർച്ചൻ്റ് ബാങ്കർ. ഒരു മെർച്ചൻ്റ് ബാങ്കർ ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് അയാളുടെ റോള് എന്നാണ്. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഇഷ്യൂ ഇൻ ഇന്ത്യയുമായി കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ഫംഗ്ഷനെ നമുക്ക് മെയിനായിട്ട് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വരുന്നത് പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റും സെക്കൻഡ് വൺ വരുന്നത് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റും. ഇഷ്യൂ തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് മെർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇഷ്യൂവിന് ശേഷം വരുന്ന കാര്യങ്ങളും. അത് നമുക്ക് പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റ് നോക്കാം. ഒബ്റ്റെയിൻ സെബി അപ്രൂവൽ. സെബിയുടെ അപ്രൂവൽ കളക്ട് ചെയ്യുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്, ഒബ്റ്റെയിൻ ചെയ്യാണ് വേണ്ടത്. ദെൻ സെക്കൻഡ് വൺ വരുന്നത് അണ്ടർ റൈറ്റിംഗ് അറേഞ്ച് ചെയ്യുക, അതായത് പ്രപ്പോസൽസൊക്കെ ഇഷ്യൂ ചെയ്ത് അണ്ടർ റൈറ്റിംഗ് അറേഞ്ച് ചെയ്യുക. ദെൻ തേർഡ് വൺ വരുന്നത് ടു ഡ്രാഫ്റ്റ് ആൻഡ് ഫൈനലൈസ് ദ പ്രൊസ്പെക്ടസ്. പ്രൊസ്പെക്ടസിൻ്റെ കാര്യങ്ങൾ അത് ഡ്രാഫ്റ്റ് ചെയ്യുക, പ്രൊസ്പെക്ടസിൻ്റെ പ്രിൻറ്റിങ്ങും അതെല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഫൈനലൈസ് ചെയ്യുക.
അതിന് വേണ്ടിയിട്ട് വേരിയസ് ഏജൻസിയുമായിട്ടൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള ഏജൻസിയുമായിട്ടൊക്കെ ക്ലിയറൻസ് നടത്തിയിട്ട് പ്രോസ്പെക്ടസ് തയ്യാറാക്കുക. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഡ്രാഫ്റ്റ് ആൻഡ് ഫൈനലൈസ് അതർ ഡോക്യുമെൻറ്റ്. അതായത് നമുക്ക് ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റോ അതല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പേപ്പേഴ്സോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ഫോമുകളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് സെലക്ഷൻ ഓഫ് രജിസ്ട്രാർ, അഡ്വർടൈസിങ് ഏജൻസി, ബ്രോക്കേഴ്സ്, ബാങ്കർ, ദെൻ ഫൈനലൈസേഷൻ ഓഫ് ദി ഇഷ്യൂ. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ആരായിരിക്കണം കമ്പനിയുടെ രജിസ്ട്രാർ അല്ലെങ്കിൽ ഏത് രജിസ്റ്റേർഡ് ഓഫീസാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ആ കാര്യങ്ങൾ, പ്രിൻറ്റിംഗ് പ്രസ്, അഡ്വർടൈസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? മർച്ചൻ്റ് ബാങ്കറാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഫൈനലൈസേഷൻ ഓഫ് അണ്ടർ റൈറ്റിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് അറേഞ്ച് ദ പ്രസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസിലൂടെ നമ്മൾ ജനറൽ പബ്ലിക്കുമായിട്ട് ഒരു ഇൻട്രാക്ഷൻസ് അവരുടെ ലേക്ക് ഡീറ്റെയിൽസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസ് കണ്ടക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് കോർഡിനേറ്റിംഗ് പ്രിൻറ്റിംഗ് പബ്ലിസിറ്റി ആൻഡ് അതർ വർക്ക്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മർച്ചൻ്റ് ബാങ്കർ പ്രീ ഇഷ്യൂ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് ഇഷ്യൂ സമയത്ത് എന്തൊക്കെയാണ് മർച്ചൻ്റ് ബാങ്കറുടെ റോൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കളക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് റൈറ്റ് ദ റിലേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിഗാർഡിംഗ് ക്ലോഷർ ഓഫ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് അതല്ലെങ്കിൽ നമ്മുടെ സെബിയുടെ റൂൾസ് അനുസരിച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. ദെൻ സെൻഡ് കംപ്ലയൻസ് റിപ്പോർട്ട് സെബിയിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് സെൻഡ് ചെയ്യുക. പിന്നെ വരുന്നത് സബ്മിഷൻ ഓഫ് ദ റിപ്പോർട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ടു റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏകദേശം ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെക്കോർഡ് ഓഫ് 90% സബ്സ്ക്രിപ്ഷനൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ അത് പാസ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഒബ്റ്റെയിൻ ദ അപ്രൂവൽ ഓഫ് അലോട്ട്മെൻറ്റ്. ദ നെക്സ്റ്റ് വൺ സെൻഡ് കോപ്പി ഓഫ് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ലിസ്റ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ലിസ്റ്റിംഗ് പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് പബ്ലിഷ് എ കോപ്പി ഓഫ് ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഇൻ 2 നാഷണൽ ഡയറി. 2 ഡെയിലീസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ന്യൂസ് ജേണൽ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് പബ്ലിഷ് ഡേറ്റ് ഓൺ റീഫണ്ട്. എന്നാണോ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റും ചെയ്യുന്നതിന് ശേഷം റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്നാണ് എന്നുള്ള ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് കൺഫേം ദ കംപ്ലീഷൻ ഓഫ് ലിസ്റ്റിംഗ് ഫോർമാലിറ്റി. ദ ലാസ്റ്റ് വൺ വരുന്നത് അറേഞ്ച്മെൻറ്റ് ടു ഒബ്റ്റെയിൻ ദ പെർമിഷൻ ഫോർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ്. ഇത്രയുമാണ് പോസ്റ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ റോൾ ഓഫ് മർച്ചൻ്റ് ബാങ്ക്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് ഇൻ്റർമീഡിയറി നമുക്ക് പഠിക്കാനുള്ളത് രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ആണ്. രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബൈ ദ കമ്പനി ഇൻ കൺസൾട്ടേഷൻ വിത്ത് മർച്ചൻ്റ് ബാങ്കറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ രജിസ്ട്രാറിനെ ഇഷ്യൂ ചെയ്യുന്നത്. ഇവർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ടു ദ മർച്ചൻ്റ് ബാങ്കർ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ലീഡിങ് റോളിൽ മർച്ചൻ്റ് ബാങ്ക്, അതിൻ്റെ നെക്സ്റ്റ് ഏറ്റവും അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ഇൻ്റർമീഡിയറീസ് ആണ് ആര്? രജിസ്ട്രാർ ടു ദ ഇഷ്യൂ. This means the person appointed by a body, corporate or any person or group of person to carry on the following ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ ഫംഗ്ഷനാണ് ഒരു രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കളക്റ്റിംഗ് അപ്ലിക്കേഷൻ ഫ്രം ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും അപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യുക. സെക്കൻഡ് വൺ വരുന്നത് കീപ്പിംഗ് പ്രോപ്പർ റെക്കോർഡ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് മണി റിസീവ്ഡ്, എത്രയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ദെൻ തേർഡ് വൺ വരുന്നത് അസിസ്റ്റിംഗ് ബോഡി, കോർപ്പറേറ്റ് ഓർ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് ദ പേഴ്സൺ. അസിസ്റ്റിംഗ്, അതായത് ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഈ അസിസ്റ്റൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഡിറ്റർമിനിങ് ദ ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഫൈനലൈസിങ് ഓഫ് ദ ലിസ്റ്റ് ഓഫ് പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി.
ദ നെക്സ്റ്റ് വൺ വരുന്നത് പ്രോസസ്സിങ് ആൻഡ് ഡിസ്പാച്ചിങ് അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് ഓർ ആൻഡ് അതർ ഡോക്യുമെൻറ്റ് മീൻസ് എന്തെങ്കിലും ഒരു റീഫണ്ട് ഓർഡർ സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സിങ് എല്ലാം ചെയ്യാം. ദെൻ പിന്നെ നമുക്ക് പറയാനുള്ളത് രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ആ രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഹി മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് സെബി. സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഉള്ള ആളായിരിക്കണം. ഇങ്ങനെ നമ്മൾ സെബിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു റെക്കഗ്നിഷനോട് കൂടിയ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സെബി ഇപ്പോൾ രജിസ്ട്രേഷൻ കൊടുക്കണമെങ്കിൽ സെബി അതിനു മുമ്പ് അയാളുടെ കോമ്പിറ്റൻസി, എക്സ്പെർട്ടൈസ്, ക്വാളിറ്റി ഓഫ് മാൻ പവർ, ദെയർ പ്രീവിയസ് റെക്കോർഡ്, അതായത് അയാളുടെ ട്രാക്ക് റെക്കോർഡൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യും. അതിനുശേഷം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇപ്പോൾ കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതേപോലെ ക്യാപിറ്റൽ അഡിക്വസി, ഇതെല്ലാം നോക്കിയിട്ടാണ് പിന്നെ സെബി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫിന് ഒരു രജിസ്ട്രാർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഫങ്ഷൻസ് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ രജിസ്ട്രാറുടെ കയ്യിൽ നിന്നും രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ സർവീസസ് എല്ലാം ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ സർവീസസാണ് രജിസ്റ്റർ ടു ദ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നത്. രജിസ്റ്റർ ടു ദ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസിനെ നമുക്ക് 3 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രീ ഇഷ്യൂ ഫംഗ്ഷൻ ആൻഡ് പ്രീ അലോട്ട്മെൻറ്റ് ഫംഗ്ഷൻ. ആദ്യം നമുക്ക് പ്രീ ഇഷ്യൂ ഫംഗ്ഷൻ നോക്കാം. സജസ്റ്റ് ദ ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻ ഫോം, ഐഡൻറ്റിഫൈ ദ കളക്ഷൻ സെൻറ്റർ, ഓപ്പൺ കളക്ഷൻ അക്കൗണ്ട് മീൻസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, കൺസേൺ ബാങ്ക് ഏതാണെന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. ദ നെക്സ്റ്റ് വൺ വരുന്നത് സെൻഡ് ഇൻസ്ട്രക്ഷൻ ടു കളക്ഷൻ ബ്രാഞ്ച് വിത്ത് റിഗാർഡ് ടു കളക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ, അതായത് വിത്ത് ചെക്കോ ഡ്രാഫ്റ്റോ എങ്ങനെയൊക്കെയാണ് കളക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ദെൻ ഇത്രയാണ് നമ്മൾ പ്രീ ഇഷ്യൂ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഇഷ്യൂ ഫംഗ്ഷൻ. ഇതിൽ മെയിനായിട്ട് കളക്ഷൻ, ഡെയിലി ഫിഗേഴ്സ്, എത്ര എമൗണ്ടാണ് ഡെയിലി കളക്ഷൻ വരുന്നുള്ളത് അത് ചെക്ക് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് ടാബുലേറ്റ് ആൻഡ് ക്ലാസിഫൈ ദ കളക്ഷൻ ഡാറ്റ. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഇൻറ്റിമേറ്റ് ദ പ്രോഗ്രസ് ഓഫ് ദ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ to merchant banker and the company, and then last one write to the related stock exchange regarding closure of subscription list. അപ്പോൾ പ്രീ ഇഷ്യൂവിൽ നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നു പോകുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ എത്രത്തോളം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇഷ്യൂ ഫംഗ്ഷനിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ റൈറ്റ് ഡൗൺ ടു ദ റിലേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവണം. ദ നെക്സ്റ്റ് വൺ വരുന്നത് പ്രീ അലോട്ട്മെൻറ്റ് ഫംഗ്ഷൻ. പ്രീ അലോട്ട്മെൻറ്റ് ഫംഗ്ഷനിൽ പറയുന്നത് കളക്ട് ഓൾ ആപ്ലിക്കേഷൻ ഫോം ഫ്രം ദി കളക്റ്റിംഗ് ബാങ്കർ ആൻഡ് സോർട്ട് ഇറ്റ് ഔട്ട് ആസ് എ വാലിഡ് ആൻഡ് ഇൻവാലിഡ് ആപ്ലിക്കേഷൻ. നമ്മൾ തരം തിരിക്കുക, വാലിഡ് ആയിട്ടുള്ളത്, ഇൻവാലിഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. സെക്കൻഡ് വൺ വരുന്നത് ക്ലാസിഫൈങ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് വാലിഡ് ആപ്ലിക്കേഷൻ. അവിടെ നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ, ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ദെൻ തേർഡ് വൺ വരുന്നത് റീക്ലാസിഫൈ. ഇവിടെ നമ്മൾ എലിജിബിൾ ആണോ, അലോട്ട്മെൻറ്റിന് എലിജിബിൾ ആണോ അല്ലേ നോക്കിയിട്ട് നമ്മളൊന്നും കൂടെ റീക്ലാസിഫൈ ചെയ്യുക. അതിൻ്റെ വാലിഡിറ്റി, ആപ്ലിക്കേഷൻ്റെ വാലിഡിറ്റി നോക്കിയിട്ട് റീക്ലാസിഫൈ ചെയ്യുക. ദെൻ നാലാമത്തെ പോയിന്റ് പറയുന്നത് അസിസ്റ്റ് കമ്പനീസ് ടു ഡിറ്റർമിൻ ദ ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ്. കൺസൾട്ടേഷൻ വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം കമ്പനി അലോട്ട്മെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഫൈനലൈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി. ഇവിടെയും റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അപ്രൂവലോട് കൂടിയായിരിക്കണം ഫൈനലൈസേഷൻ നടത്തുന്നത്. ദെൻ ലാസ്റ്റ് വൺ വരുന്നത് ടാലി ദ അപ്രൂവ്ഡ് ഫൈനൽ ലിസ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് റിജക്ഷൻ വിത്ത് എൻ ഇൻഹൗസ് കൺട്രോൾ മെമ്പർ ആൻഡ് ഇഫ് ദർ എനി മിസ്റ്റേക്ക് കറക്റ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത ആപ്ലിക്കേഷനും ഉണ്ടാവും, റിജക്റ്റ് ചെയ്തതും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ടാബുലേഷൻസ് ഒക്കെ ഒന്ന് ഈക്വലൈസ് ചെയ്യുക. അവിടെ എന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിൽ ഇൻഹൗസ് കൺട്രോൾ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് നമ്മൾ ബാലൻസ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് റോൾ ഓഫ് സർവീസ് ഓഫ് രജിസ്ട്രാർ ടു ദ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫങ്ഷൻസ് റിലേറ്റഡ് ടു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രാറുടെ ഫംഗ്ഷനാണ്. ഇവിടെ നമുക്ക് പോസ്റ്റ് അലോട്ട്മെൻറ്റ് ഫംഗ്ഷനാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. ഇതിൽ പറയുന്ന ഫസ്റ്റ് പോയിൻ്റ് മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ ഗെറ്റിംഗ് ദ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് റീഫണ്ട് ഓർഡർ പ്രിൻറ്റഡ് ആൻഡ് റെഡി ഫോർ ഡിസ്പാച്ച്
The next one വരുന്നത് dispatch letter of allotment and refund order on or before 70 days. The next one വരുന്നത് submit all statement to company for final approval. The next one വരുന്നത് arrangement to pay brokerage and underwriting commission. The next one വരുന്നത് submit relevant document relating to brokerage and underwriting commission to the company. The next one വരുന്നത് help to list the share in the stock exchange. And the last one വരുന്നത് dispatch share or debenture security. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രോക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കമ്മീഷൻ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ സെബിയുടെ ഗൈഡ് ലൈൻ ആണ് നോക്കുക. സെബി ഓൾറെഡി അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദ നെക്സ്റ്റ് വൺ നമുക്ക് മൂന്നാമത്തെ ഇൻ്റർമീഡിയറീസ് നോക്കാം. അണ്ടർറൈറ്റർ ടു ദ ഇഷ്യൂ. അണ്ടർറൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ആ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഹു മേക്ക് എ ഫേം കമ്മിറ്റ്മെൻറ്റ് ദാറ്റ് ദേ വിൽ ടേക്ക് അപ്പ് ദ ഷെയർസ് അപ് ടു എ സർട്ടൻ എമൗണ്ട് ഇഫ് ദ പബ്ലിക് ഡസ് നോട്ട് സബ്സ്ക്രൈബ്. അതായത് ജനറൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഷെയർസ് എല്ലാം ടേക്കപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ അണ്ടർറൈറ്റർ. ഇയാളെ നമ്മൾ മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കേട്ടോ. ഇവിടെ കമ്പനിയുമായിട്ട് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഇവരൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. അത് ചില സമയത്ത് നമുക്ക് 1 or 2 ഒന്നോ അതിൽ കൂടുതലോ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊക്കെ ഇങ്ങനെ ആവാം. ദ നെക്സ്റ്റ് ഇതിൽ പറയുന്ന പോയിൻ്റ്, അണ്ടർറൈറ്റിംഗ് ഈസ് മാൻഡേറ്ററി ഫോർ ദി പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാൻഡേറ്ററി ആണ്. പിന്നെ ഇവിടെ നമ്മൾ അണ്ടർറൈറ്റേഴ്സിനെ കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം? കൺസൾട്ടേഷൻ വിത്ത് മാനേജർ ടു ദ ഇഷ്യൂ. അതായത് നമ്മൾ മാനേജർ ടു ദ ഇഷ്യൂ എന്ന് പറഞ്ഞ ഇൻ്റർമീഡിയറീസിനെ കുറിച്ച് പഠിച്ചു. അവരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ അണ്ടർറൈറ്ററെ ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ബാങ്കർ ആവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്. ഇവരൊക്കെ അണ്ടർറൈറ്റർ ടു ദ ഇഷ്യൂ എന്നുള്ള രീതിയിൽ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബാങ്കർ ടു ദ ഇഷ്യൂ. ഇവിടെ നമ്മൾ അപ്പോയിൻറ്റഡ് എ ബാങ്കർ ടു ദ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറും മറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കറിനെ ഇഷ്യൂ ചെയ്യുക. ചില സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ മോർ ദാൻ 1 ബാങ്ക്, അതായത് ലാർജ് ഇഷ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബാങ്കേഴ്സ് നമ്മൾക്ക് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ബാങ്കർ ടു ദ ഇഷ്യൂ ആസ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ക്യാരിങ് ഓൺ ആൾ ഓർ എനി ഓഫ് ദി ഫോളോയിങ് ഇഷ്യൂ റിലേറ്റഡ് ആക്ടിവിറ്റി. അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റൂള് പ്രകാരം ഈ ബാങ്കർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത് ബാങ്കർ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരിക്കണം. 2 രീതിയിലുള്ള ഫങ്ഷൻസാണ് നമ്മൾ ബാങ്കർ ടു ദ ഇഷ്യൂവിൽ വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് കളക്റ്റിംഗ് ബാങ്കർ. ദ നെക്സ്റ്റ് വൺ വരുന്നത് കോർഡിനേറ്റിംഗ്. കളക്റ്റിംഗ് ബാങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്ത സബ്സ്ക്രിപ്ഷൻ, അതായത് ക്യാഷ്, ചെക്ക്, ഡ്രാഫ്റ്റ് ഈ രീതിയിലുള്ള ഇതൊക്കെ കളക്ട് ചെയ്യുക. സെക്കൻഡ് വൺ വരുന്നത് കോർഡിനേറ്റിംഗ് ബാങ്കർ ഹു കളക്ട് ഇൻഫോർമേഷൻ ഓൺ സബ്സ്ക്രിപ്ഷൻ ആൻഡ് കോർഡിനേറ്റ് കളക്ഷൻ വർക്ക്. പിന്നെ നമുക്ക് ബാങ്കറുമായിട്ട് പറയാനുള്ളത്, ബാങ്കർ ടു ആൻ ഇഷ്യൂ ഇസ് റിക്വയർഡ് ടു സബ്മിറ്റ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ടു ദ സെബി. സെബിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് നമ്പർ ഓഫ് ഇഷ്യൂ ഫോർ വിച്ച് ഹി വാസ് എൻഗേജ്ഡ് ആസ് എ ബാങ്കർ ടു ദ ഇഷ്യൂ. ബാങ്കർ ടു ആൻ ഇഷ്യൂ എന്നുള്ള പോസ്റ്റിൽ വന്നതിന് ശേഷം അയാൾ എത്രയൊക്കെ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇഷ്യൂ ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അത്. ദ നെക്സ്റ്റ് വൺ വരുന്നത് നമ്പർ ഓഫ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. The next one വരുന്നത് the date on which application form investors was forwarded to the issuing company അല്ലെങ്കിൽ register to the issue. എന്നാണോ ആപ്ലിക്കേഷൻസ് ഇൻവെസ്റ്റർ ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ്, അതേപോലെ ദ ഡേറ്റ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് റീഫണ്ട് ടു ഇൻവെസ്റ്റേഴ്സ്. ഇനി റീഫണ്ട് ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ്, അതല്ലെങ്കിൽ എത്രയാണ് എമൗണ്ട്, ഇത്രയും കാര്യങ്ങൾ ബാങ്കർ ആർക്ക്? സെബിക്ക് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് വൺ വരുന്നത് ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ. ബ്രോക്കറുമായി ബന്ധപ്പെട്ടിട്ട് ഇയാളുടെ സർവീസ് മെയിനായിട്ട് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ദ സബ്സ്ക്രിപ്ഷൻ ടു ദ ഇഷ്യൂ ഫ്രം ദി പ്രൊസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ദേ ആർ ദ രജിസ്റ്റേർഡ് മെമ്പർ ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദേ ബ്രിങ് ടുഗദർ ദ പ്രൊസ്പെക്റ്റീവ് ബയർ ആൻഡ് സെല്ലർ ഇൻ ദ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഇവരുടെ റെമ്യൂണറേഷൻ ടു ദ ബ്രോക്കേഴ്സ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സഡ് ബൈ ദി സെബി.
മെയിനായിട്ട് ഇവരുടെ കമ്മീഷൻസ് അതല്ലെങ്കിൽ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതെല്ലാം സെബി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. എ കമ്പനി ക്യാൻ അപ്പോയിൻറ്റ് എ നമ്പർ ഓഫ് ബ്രോക്കേഴ്സ്. നമുക്ക് ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറോ നമുക്ക് സർവീസസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ബ്രോക്കേഴ്സായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റേർഡ് മെമ്പർ ആയിരിക്കണം. ഈ രജിസ്റ്റേർഡ് മെമ്പർ ആയിക്കഴിഞ്ഞാൽ അവർ ചെയ്യാവുന്ന ഫങ്ഷൻസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് മാർക്കറ്റ് ദ ന്യൂ ഇഷ്യൂ. അണ്ടർ റൈറ്റർ ആൻഡ് മാർക്കറ്റ് ദ ന്യൂ ഇഷ്യൂ. മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിങ് ദി പബ്ലിസിറ്റി. സെക്കൻഡ് വൺ വരുന്നത് ദ ആക്ട് ആസ് എ മെർച്ചൻ്റ് ബാങ്കർ, ലീഡ് മാനേജർ, ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻറ്റ് എക്സെട്ര. അതായത് ഇവർക്ക് സെബിയുടെ കയ്യിൽ നിന്നും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മെർച്ചൻ്റ് ബാങ്കറായിട്ടോ ലീഡ് മാനേജറായിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻ്റ് ഒക്കെ അവർക്ക് പെർഫോം ചെയ്യാം. ദ നെക്സ്റ്റ് വൺ വരുന്നത് ആക്ട് ആസ് ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്, അല്ലെങ്കിൽ ഒരു സ്പെക്കുലേറ്റർ എന്നുള്ള രീതിയിലും നമുക്ക് ബ്രോക്കേഴ്സ് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാം. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഹി ആക്ട് ആസ് എ ജോബർ. ജോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഡീൽ ഇൻ സെക്യൂരിറ്റി ഓൺ ഹിസ് ഓൺ ബിഹാഫ്. ഇത്രയാണ് നമുക്ക് ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ. അതായത് മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഇൻ്റർമീഡിയറീസ് ഇത്രയാണ്. നേരത്തെ നമ്മൾ ഇതിൻ്റെ കുറച്ച് നോട്ട്സും അതേപോലെ പോയിൻറ്റുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് അതിനോടൊപ്പം ചേർത്ത് വായിക്കുക. ഇത് നമുക്ക് പുതിയ ബുക്കിൽ സിലബസ് അനുസരിച്ചിട്ട് വന്നപ്പോൾ അഡീഷണലി ആഡ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.